ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റഷു വ്ളോഗ്. വളരെ എളുപ്പമായ കാരമൽ പുഡിംഗാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാരമൽ ചെയ്യാം. ഒരു പാനിൽ ഷുഗർ ഇട്ട് കൊടുക്കാം. ശേഷം ഇച്ചിരി വെള്ളം ഒഴിക്കാം. വെള്ളം അധികമാവാൻ പാടില്ല, ഹാർഡായി പോകും. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഷുഗർ ഇപ്പോൾ നല്ലോണം മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈവിടാതെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് കട്ടയാവും. ഒരു സ്പൂൺ വിനീഗർ ഒഴിക്കാം. കാരമൽ കളർ ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമുക്കത് ഏത് പാത്രത്തിലാണോ ഒഴിക്കേണ്ടത് ആ പാത്രത്തിലോട്ട് ഒഴിക്കാം. എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനെ മാറ്റിവെക്കാം. ഇനി ബ്രെഡിൻ്റെ 4 സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുക്കാൻ. ഇനി അത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി അതിനെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ ഇട്ട് ഇളക്കിയതിന് ശേഷം ആ പാലിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര ഇടാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ച ബ്രെഡ് അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിനെ കാരമലിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. ഇനി അത് ആവിയിൽ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് ആ പുഡിങ്ങിൻ്റെ പാത്രം ഇറക്കി വെക്കാം. ഇനി അത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 45 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് 4 മണിക്കൂർ തണുക്കാൻ വെക്കാം. എന്നിട്ട് അതിനെ ഒരു പ്ലേറ്റിനകത്തോട്ട് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇവിടെ ഈസി ആയിട്ടുള്ള പുഡിംഗ് റെഡിയാണ്.